previous year questions ആണ്. Part A question. Evaluate integral x raised to 4 plus 2x square dx. അപ്പോൾ ഈ ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇൻറ്റഗ്രൽ x raised to 4 plus 2x square dx. ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻറ്റഗ്രലിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യാം പ്ലസ് ഉള്ളതുകൊണ്ട്. ആദ്യം എന്ത് ചെയ്യുക, എക്സ് റൈസ് ടു 4ന് ഇൻറ്റഗ്രൽ കൊടുക്കുക. അപ്പോൾ ഇൻറ്റഗ്രൽ എക്സ് റൈസ് ടു 4 ഡി എക്സ്, പിന്നെ പ്ലസ് ഇൻറ്റഗ്രൽ 2x സ്ക്വയർ ഡി എക്സ്. അതായത് ഇൻറ്റഗ്രൽ എക്സ് റൈസ് ടു 4 ഡി എക്സ് പ്ലസ് ഇവിടെ 2 ഉണ്ട് അല്ലേ, ആ 2നെ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എഴുതാം ഇൻറ്റഗ്രലിൻ്റെ. അപ്പോൾ എന്ത് വരും, 2 ഇൻറ്റു ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ഇനി ഇൻറ്റഗ്രൽ എക്സ് റൈസ് ടു 4 എന്താണ്, 1/5 എക്സ് റൈസ് ടു 5 അല്ലേ. ഏത് ഫോർമുല അപ്ലൈ ചെയ്യുന്നത് ഇവിടെ, ഇൻറ്റഗ്രൽ എക്സ് റൈസ് ടു n ഡി എക്സ് ഈക്വൽ ടു 1/n+1 എക്സ് റൈസ് ടു n പ്ലസ് സി. ഈ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 4 എന്നുള്ളത് എന്താവും, 5 ആവും. താഴെ ഒരു 5 കൊണ്ട് ഡിവൈഡും കൂടി ചെയ്യണം. പിന്നെ പ്ലസ് 2 ഇൻറ്റു ഇവിടെ എന്താ എക്സ് സ്ക്വയർ, ഈ ഫോർമുല തന്നെ വീണ്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ എന്നുള്ളത് എക്സ് ക്യൂബ് ആവും. പിന്നെ എന്ത് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് കൂടി ചെയ്യുക. അപ്പോൾ 1/3 എക്സ് ക്യൂബ്, പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് പ്ലസ് സി. അതായത് 1/5 എക്സ് റൈസ് ടു 5 പ്ലസ് 2 ഇൻറ്റു 1 2, 2/3 എക്സ് ക്യൂബ് പ്ലസ് സി. ഇതാണ് ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫോർമുല ഫോർ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ഓഫ് 2 ഫങ്ഷൻസ്. അതായത് ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഡി എക്സ്, ഇതിൻ്റെ ഫോർമുല ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ്, ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫങ്ഷൻ മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്. ഇതാണ് ഫോർമുല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ്. ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എന്ന് വെച്ചാൽ ഇൻറ്റഗ്രൽ ലിമിറ്റ്സ് വരുന്ന ഇൻറ്റഗ്രൽ, ഇൻറ്റഗ്രൽ a to b, ഇൻറ്റഗ്രൽ 0 to 1 അങ്ങനെയുള്ള. അപ്പോൾ ഏതെങ്കിലും 2 പ്രോപ്പർട്ടി തന്നെ പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം എഴുതാം, ഇൻറ്റഗ്രൽ a to b എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ b to a എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതൊരു പ്രോപ്പർട്ടി. അതായത് ലിമിറ്റുകൾ a to b എന്നുള്ളത് b to a ആക്കി മാറ്റിയാൽ ഒരു നെഗറ്റീവ് സൈൻ കൂടി വരും, ഒരു പ്രോപ്പർട്ടി. രണ്ടാമത്തെ പറഞ്ഞാൽ എന്ത് എഴുതാം, ഇൻറ്റഗ്രൽ a to b എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സ്, 2 ഫങ്ഷൻസിൻ്റെ സം. ഓക്കെ, അത് ഇൻറ്റഗ്രൽ ഓഫ് സം എന്ന് വെച്ചാൽ സം ഓഫ് ഇൻറ്റഗ്രൽസ് അങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ ഇൻറ്റഗ്രൽ a to b എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ a to b ജി ഓഫ് എക്സ് ഡി എക്സ്. ഇനി ഇതല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ എഴുതിയാലും മതി, സിമ്പിളായിട്ട് തോന്നുവാണെങ്കിൽ. ഇൻറ്റഗ്രൽ a to b കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു കെ പുറത്തേക്കെടുത്ത് ഇൻറ്റഗ്രൽ a to b എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇതിലേതാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത്, അത് 2 എഴുതി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ മൾട്ടി വേരിയബിൾ ഫങ്ഷൻസ്. ഓക്കെ, അതായത് ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷനാണ് അല്ലേ, എഫ് ഓഫ് എക്സ്. അപ്പോൾ അതിന് പകരം എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ അതെന്തായി, മൾട്ടി വേരിയബിൾ ഫംഗ്ഷനായി. അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് കോമ വൈ കോമ ഇസെറ്റ്. ഓക്കെ, ഒരു ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ആ ഫംഗ്ഷനിൽ വരുവാണെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. എ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ
is a function with more than one independent variable. എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് മാത്രം പോരാ അല്ലേ, മൾട്ടി വേരിയബിൾ ആകണമെങ്കിൽ എക്സ് കോമ ഒരു വൈ കൂടി വേണം. നമുക്ക് എന്ത് എഴുതാം എക്സാമ്പിളായിട്ട്? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞിരുന്നു എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഇസഡും കൂടി വരാം. എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ്, ഇഷ്ടമുള്ള എഴുതാം. ഇപ്പോൾ എക്സും വൈ ഇസഡ് വരുന്ന ഇക്വേഷൻ ഇത്ര എഴുതാം. മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ എന്താണെന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് കോഷ്യൻ റൂൾ ഓഫ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ. അപ്പോൾ ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് വൈ ആണെങ്കിൽ ഇവിടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിത്ത് റെസ്പെക്ട് ടു എക്സും ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു വൈയും ചെയ്യാം അല്ലേ. ഇസഡ് എക്സ് അല്ലെങ്കിൽ ഡെൽ ഇസഡ് ബൈ ഡെൽ എക്സ്, ഇതിനെങ്ങനെ എഴുതാം? ജി ഓഫ് എക്സ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് അല്ലേ, ഡെൽ ജി ബൈ ഡെൽ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡെൽ ഇവിടെ എഫ് വരും ആദ്യം, സോറി, ആദ്യം ജി ഓഫ് എക്സ് വൈ പിന്നെ ഡെൽ എഫ് ബൈ ഡെൽ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡെൽ ജി ബൈ ഡെൽ എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ. ഇത് ഡെൽ ഇസഡ് ബൈ ഡെൽ എക്സ്. ഇതുപോലെ തന്നെ എന്താ എഴുതുക? ഡെൽ ഇസഡ് ബൈ ഡെൽ വൈ എഴുതാം. ജി ഓഫ് എക്സ് വൈ ഇൻറ്റു ഡെൽ എഫ് ബൈ ഡെൽ വൈ, ഇത് മാറ്റിയിട്ട് വൈ ആക്കിയാൽ മതി, മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡെൽ ജി ബൈ ഡെൽ എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ. ഈ രണ്ട് ഫോർമുലാസും എഴുതണം കോഷ്യൻ റൂൾ ചോദിച്ചാൽ. വിത്ത് റെസ്പെക്ട് ടു എക്സ് വരണം ഫോർമുല വരും, വിത്ത് റെസ്പെക്ട് ടു വൈയും വരും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ കോൾഡ് ഇൻഫ്ലെക്ഷൻ പോയിൻറ്റ്സ് ആൻഡ് സാഡിൽ പോയിൻറ്റ്സ്. എന്താണ് ഇൻഫ്ലെക്ഷൻ പോയിൻറ്റ്, എന്താണ് സാഡിൽ പോയിൻറ്റ്, ആ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ എടുക്കുക എഫ് ഓഫ് എക്സ് വൈ, എന്നിട്ട് എഫ് ഓഫ് എക്സ് വൈ ഒരു പോയിന്റിൽ എഫ് എക്സ് എക്സ് എന്ന് വെച്ചാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ സ്ക്വയർ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. ഈ വാല്യൂ നെഗറ്റീവ് ആണ്. അതുകൂടാതെ എഫ് എക്സ് എക്സും എഫ് വൈ വൈക്കും ഒരേ സൈൻ ആണെങ്കിൽ, അതായത് എഫ് എക്സ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എഫ് വൈ വൈയും പോസിറ്റീവാണ്, എഫ് എക്സ് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ എഫ് വൈ വൈയും നെഗറ്റീവ് ആണ്. രണ്ടിനും സെയിം സൈൻ ആണെങ്കിൽ ഈ പോയിന്റ് എന്ത് പോയിന്റ് ആയിരിക്കും? ഇൻഫ്ലെക്ഷൻ പോയിന്റ് ആയിരിക്കും. ഇഫ് എഫ് എക്സ് എക്സ് ആൻഡ് എഫ് വൈ വൈ ഹാവ് സെയിം സൈൻസ് ദെൻ ദ ഫംഗ്ഷൻ ഈസ് അറ്റ് ആൻ ഇൻഫ്ലെക്ഷൻ പോയിന്റ്. അപ്പോൾ ഈ കണ്ടീഷനും ഇതിന് രണ്ടിനും സെയിം സൈനും ആണെങ്കിൽ ആ പോയിന്റ് ഇൻഫ്ലെക്ഷൻ പോയിന്റ് ആയിരിക്കും. ഇനി ഈ കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇതിന് രണ്ടിനും ഡിഫറെൻറ്റ് സൈൻ, അതായത് ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ്, അല്ലെങ്കിൽ ഒരെണ്ണം നെഗറ്റീവ് ഒരെണ്ണം പോസിറ്റീവ്, അങ്ങനെ വരുമ്പോൾ എന്ത് പോയിന്റാണ്? സാഡിൽ പോയിന്റ്. ഇപ്പോൾ ഡെറിവേറ്റീവ്സിന് സെയിം സൈൻ വരുമ്പോൾ ഇൻഫ്ലെക്ഷൻ പോയിന്റും ഡിഫറെൻറ്റ് സൈൻസ് വരുമ്പോൾ സാഡിൽ പോയിന്റും. അടുത്ത ക്വസ്റ്റ്യൻ, യൂസിങ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഫൈൻഡ് integral 99x square plus root of
22x³ പ്ലസ് 19dx. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ x³ ഉണ്ട്, x³ ഡെറിവേറ്റീവ് x³ ഡെറിവേറ്റീവ് x3x² ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്തുണ്ട്, x² ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേംസിന് പകരം u എന്ന് കൊടുക്കാം. ലെറ്റ് u ഈക്വൽ ടു 22x³ പ്ലസ് 19. എന്നിട്ട് എന്ത് ചെയ്യുക, യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. du/dx എന്താണ്, 22 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x³ 3x² പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 19 കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0. എന്ത് കിട്ടും, du/dx ഈക്വൽ ടു 22 ഇൻറ്റു 3 66x² എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ dxനെ എന്ത് ചെയ്യാം, ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ du ഈക്വൽ ടു 66x² dx എന്ന് വരും. ഇനി 66നെ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ഇടതുവശത്തേക്ക് താഴേക്ക് എഴുതുക. അപ്പോൾ du/66 ഈക്വൽ ടു x² dx എന്ന് വരും. ഇനി തിരിച്ചെഴുതുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയാൽ x² dx ഈക്വൽ ടു du/66 എന്ന് കിട്ടും. ഇനി നമുക്ക് ആയിട്ടുള്ള ഇൻറ്റഗ്രലാണിത് ക്വസ്റ്റ്യനിലുള്ളത്. ഇൻറ്റഗ്രൽ 99x² √22x³ പ്ലസ് 19dx. അതിന് ഈക്വൽ ടു 99 അതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് ഈ x²നും dxനും പകരം x²നും dxനും പകരം എഴുതുക du/66 എന്ന് എഴുതുക. ഓക്കെ, ഇതിനും പകരം du/66. ഈ റൂട്ട് അപ്പോഴും അവിടെ ഉണ്ട്, ആ റൂട്ട് അവിടെ എഴുതിയിട്ടുള്ള റൂട്ടിൻ്റെ ഉള്ളിലുള്ള എന്താണ്, u ആണ്. u ആണ് ഈക്വൽ ടു 22x³ പ്ലസ് 19. അപ്പോൾ ഇതിന് പകരം എന്ത് എഴുതാം, u എഴുതാം. അപ്പോൾ ഇതിൽ എക്സ് എല്ലാം മാറി യുവിൻ്റെ ടേംസിലായി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, 99ഉം 66ഉം പുറത്തേക്ക് എഴുതുക ഇൻറ്റഗ്രലിൻ്റെ. എന്നിട്ട് ഇൻറ്റഗ്രൽ ബാക്കി എന്താ ഉള്ളത് അവിടെ, √u du. 99നെ നമുക്ക് എന്ത് ചെയ്യാം, 33 വെച്ച് ഡിവൈഡ് ചെയ്യാം. 66നെ 33 വെച്ച് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ 3/2 നമുക്ക് കിട്ടും. അപ്പോൾ 3/2 എന്ന് എഴുതുക. ഇൻറ്റഗ്രൽ √uന് പകരം u⁻1/2 എന്ന് എഴുതുക du. എന്നിട്ട് ഈ ഫോർമുല അപ്ലൈ, x⁻n ഇൻറ്റഗ്രൽ 1/n+1 x⁻n+1. ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും 3/2. അതുപോലെ തന്നെ എഴുതി ഈ ഫോർമുല 1/n+1 ഇവിടെ ഇങ്ങനെ പകരം 1/2 ആണ്. അപ്പോൾ 1/1/2 + 1 u⁻1/2 + 1 പ്ലസ് നമ്മളുടെ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക, 1/2 + 1 കണ്ടുപിടിക്കുക. 1/2 + 1 എന്ന് വെച്ചാൽ 3/2 ആണ്. ഇതിന് പകരം 3/2 എഴുതുക, ഇവിടെയും 3/2 എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 1/3/2 എന്തായിട്ട് മാറും, 2/3 ആയിട്ട് മാറും. അപ്പോൾ 3/2 ഇൻറ്റു 2/3 ഇൻറ്റു u⁻3/2 പ്ലസ് c. അങ്ങനെ ഈ 3യും 3യും കട്ടാവും, 2വും 2വും കട്ടാവും. ബാക്കി എന്താ ഉള്ളത്, ഈ u⁻3/2 മാത്രമുണ്ട് പ്ലസ് കോൺസ്റ്റൻറ്റ് c. പക്ഷേ u എന്തായിരുന്നു, u എന്ന് വെച്ചാൽ 22x³ പ്ലസ് 19 ആണ്. അപ്പോൾ യുവിന് ഓരോ എന്ത് എഴുതാം, 22x³ പ്ലസ് 19 എഴുതാം, ⁻3/2 പ്ലസ് c. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ TC given MC equal to x² minus 5x plus 89 and fixed cost ₹225. അപ്പോൾ എന്താ കണ്ടുപിടിക്കണം, ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ TC കണ്ടുപിടിക്കണം. തന്നിട്ടുള്ളത് മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ MC ആണ്. MC ഈക്വൽ ടു x² മൈനസ് 5x പ്ലസ് 89. പിന്നെ ഫിക്സഡ് കോസ്റ്റും ഉണ്ട് 225 എന്ന്. നമുക്കറിയാവുന്ന ഫോർമുല എന്ന് വെച്ചാൽ എന്താണ്, ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ഇൻറ്റഗ്രൽ ഓഫ് മാർജിനൽ കോസ്റ്റ് ആണ്. ഓക്കെ, ആ ഫോർമുല എഴുതുക. MC എന്താ, MC x² മൈനസ് 5x പ്ലസ് 89 dx. ഇൻറ്റഗ്രൽ ഓഫ് x² 1/3 x³ മൈനസ് 5 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് x 1/2 x² പ്ലസ് ഇൻറ്റഗ്രൽ ഓഫ് 89 x പ്ലസ് കോൺസ്റ്റൻറ്റ് c. അപ്പോൾ TC എന്ത് കിട്ടി, TC ഓഫ് x ഈക്വൽ ടു ഈ ഫംഗ്ഷൻ കിട്ടി. ഇനി നമുക്ക് കണ്ടുകൊണ്ട് ഫിക്സഡ് കോസ്റ്റ് 225 ആണെന്ന്. അതായത് TC 0യിൽ കൊടുത്താൽ നമുക്ക് 225 കിട്ടും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ TC ഓഫ് x നമുക്കറിയാമല്ലോ, TC ഓഫ് x ഇതാണ്,
അപ്പോൾ ടി സി ഓഫ് 0 കിട്ടാൻ എന്ത് ചെയ്യണം? എക്സ് ഉള്ള സ്ഥലത്തെല്ലാം 0 ആക്കി കൊടുക്കുക. അപ്പോൾ 1/3 ഇൻറ്റു 0 ക്യൂബ് മൈനസ് 5 ഇൻറ്റു 1/2 ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് 89 ഇൻറ്റു 0 പ്ലസ് സി എന്ന് കിട്ടും. അതായത് എന്ത് പറ്റും? ഇൻറ്റു 0 ആണല്ലേ, ഇതെല്ലാം 0 ആയി പോകും, ബാക്കി സി മാത്രം. ഓക്കെ, അപ്പോൾ ടി സി ഓഫ് 0 ഈക്വൽ ടു സി എന്ന് കിട്ടി അല്ലേ? അത് എത്ര? പക്ഷേ ടി സി ഓഫ് 0 225 ആണ്, 225. അപ്പോൾ സി ഈക്വൽ ടു എന്ത് കിട്ടി? 225 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ സിക്ക് പകരം എന്ത് കൊടുക്കാം? 225 എന്ന് കൊടുക്കാം. സോ therefore TC of x equal to 1/3 x cube minus 5 into 1/2 നമുക്ക് 5/2 എന്ന് എഴുതാം. 5/2 x square plus 89x plus c അല്ല 225. ഇതാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, find the second order partial derivatives and cross partial derivatives of z equal to x raised to 0.1 y raised to 0.9. അതായത് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ. അതായത് ഇസഡ് എക്സ് എക്സ്, ഇസഡ് വൈ വൈ, പിന്നെ ക്രോസ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ ഇസഡ് എക്സ് വൈയും ഇസഡ് വൈ എക്സും. ഇത്രയും കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇസഡ് എക്സ് കണ്ടുപിടിക്കാം. എന്ന് വെച്ചാൽ ഡെൽ ബൈ ഡെൽ എക്സ് ഓഫ് എക്സ് റേസ് ടു 0.1 വൈ റേസ് ടു 0.9. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്ത് ഫോർമുല ഉപയോഗിക്കണം? എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ഈ ഫോർമുല വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ എക്സ് റേസ് ടു 0.1 വരുമ്പോൾ ഇവിടെ എന്നിന് വരും എന്താ? 0.1. അപ്പോൾ എന്തൊരു ഡെറിവേറ്റീവ്? 0.1 ഇൻറ്റു എക്സ് റേസ് ടു 0.1 മൈനസ് 1 വരും. 0.1 എക്സ് റേസ് ടു 0.1 മൈനസ് 1. വൈ എന്നുള്ളത് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ എഴുതാം. വൈ റേസ് ടു 0.9 ഈക്വൽ ടു 0.1 എക്സ് റേസ് ടു 0.1 മൈനസ് 1. കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കുക. എത്രയാണ്? മൈനസ് 0.9. പിന്നെ വൈ റേസ് ടു 0.9 ഇങ്ങനെ കിട്ടും. ഇനി സെഡ് വൈ, ഡെൽ ബൈ ഡെൽ വൈ ഓഫ് എക്സ് റേസ് ടു 0.1 വൈ റേസ് ടു 0.9. ഇവിടെ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ എഴുതുക. വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഈ സെയിം ഫോർമുല ഉപയോഗിക്കുക. അപ്പോൾ എന്ത് കിട്ടും? 0.9 ഇൻറ്റു വൈ റേസ് ടു 0.9 മൈനസ് 1. അതായത് 0.9 ആദ്യം എഴുതുക, പിന്നെ എക്സ് ടേം വൈ റേസ് ടു 0.9 മൈനസ് 1 കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കുക, മൈനസ് 0.1 കിട്ടും. ഇത് സെറ്റ് വൈ. ഇനി എന്തെഴുതണം? ഇസഡ് എക്സ് എക്സ് എഴുതുക. അതായത് ഇസഡ് എക്സിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഡെൽ ബൈ ഡെൽ എക്സ് ഓഫ് ഇസഡ് എക്സ്. അതായത് ഡെൽ ബൈ ഡെൽ എക്സ് ഓഫ് ഇസഡ് എക്സ് എന്താണ്? 0.1 എക്സ് റേസ് ടു മൈനസ് 0.9 വൈ റേസ് ടു 0.9 ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വീണ്ടും ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 0.1 ഇൻറ്റു ഇത് വരും അല്ലേ, ഇൻറ്റു മൈനസ് 0.9 എക്സ് റേസ് ടു മൈനസ് 0.9 മൈനസ് 1 വൈ അത് തന്നെ ഈക്വൽ ടു മൈനസ് ആദ്യം എഴുതുക. 0.1 ഇൻറ്റു 0.9 എന്ത് കിട്ടും? കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. 0.09 വരും. ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 0.9 മൈനസ് 1 ചെയ്യുക. മൈനസ് 0.9 മൈനസ് 1 മൈനസ് 1.9 വൈ റേസ് ടു 0.9 ഇങ്ങനെ കിട്ടും. ഇസഡ് എക്സ് എക്സ് കിട്ടി.
ഇനി എന്താണ് ഇസെഡ് വൈ വൈ. അതിനെന്ത് ചെയ്യണം? ഇസെഡ് വൈനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക പാർഷ്യലി. ഡെൽ ബൈ ഡെൽ വൈ ഓഫ് ഇസെഡ് വൈ. ഇസെഡ് വൈ എന്താ? 0.9 എക്സ് റേസ് ടു 0.1 വൈ റേസ് ടു -0.9. അപ്പോൾ ഇവിടെ ഇതെല്ലാം കോൺസ്റ്റൻ്റ്, എക്സ് കോൺസ്റ്റൻ്റ് ആണ്, ഈ നമ്പറും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 0.9 എക്സ് റേസ് ടു 0.1 ഇൻറ്റു -0.9 ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വൈ റേസ് ടു -0.9 - 1 ഈക്വൽ ടു മൈനസ്, ഈ മൈനസ് ആദ്യം എഴുതുക, എന്നിട്ട് 0.9 ഇൻറ്റു 0.9 ചെയ്യുക 0.81 എക്സ് റേസ് ടു 0.1 വൈ റേസ് ടു -0.9 - 1 എത്രയാണ്? -1.9. ഇസെഡ് വൈ വൈ കിട്ടി. ഇനി അടുത്തത് എന്താ? ഇസെഡ് എക്സ് വൈ എന്ന് വെച്ചാൽ ഇസെഡ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക. ഇസെഡ് എക്സ് എന്തായിരുന്നു? 0.1 ഇസെഡ് എക്സ് ഇത് 0.1 എക്സ് റേസ് ടു -0.9 വൈ റേസ് ടു 0.9 ഈക്വൽ ടു, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സാണ് ചെയ്യേണ്ടത്. അപ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആണ്, 0.1 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 0.1 ഇൻറ്റു -0.9 വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യേണ്ടത് അല്ലേ? ഈ മാറിപ്പോയി. വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 0.1 എക്സ് റേസ് ടു -0.9 വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ കിട്ടും 0.9 വൈ റേസ് ടു 0.9 - 1 ഈക്വൽ ടു 0.1 × 0.9 ചെയ്തെന്ന് കിട്ടും 0.09 എക്സ് റേസ് ടു -0.9 വൈ റേസ് ടു 0.9 - 1 -0.1. ലാസ്റ്റായിട്ട് ഇസെഡ് വൈ എക്സ് എന്ന് വെച്ചാൽ ഡെൽ ബൈ ഡെൽ എക്സ് ഓഫ് ഇസെഡ് വൈ. ഡെൽ ബൈ ഡെൽ എക്സ് ഓഫ് ഇസെഡ് വൈ എന്താണ്? 0.9 എക്സ് റേസ് ടു 0.1 വൈ റേസ് ടു -0.9 വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. 0.9 ഇൻറ്റു 0.1 0.1 എക്സ് റേസ് ടു 0.1 - 1 വൈ റേസ് ടു -0.9 0.9 ഇൻറ്റു 0.1 0.09 എക്സ് റേസ് ടു 0.1 - 1 എക്സ് റേസ് ടു -0.9 വൈ റേസ് ടു -0.9. അപ്പോൾ എല്ലാ ആൻസറും കിട്ടി. ഇസെഡ് എക്സ് എക്സ്, ഇസെഡ് വൈ വൈ, ഇസെഡ് എക്സ് വൈ, ഇസെഡ് വൈ എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, given y equal to 1/1 minus b plus z c0 i0 plus g0 plus x0 plus z0. First question, find autonomous investment i0 multiplier. എന്ന് വെച്ചാൽ y എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു i0 ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഡെൽ വൈ ഇനെ വിത്ത് റെസ്പെക്ട് ടു i0 ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അതായത് ഡെൽ വൈ ഇ ബൈ ഡെൽ വൈ i0 ഇത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു i0
ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഐ നോട്ടാണ് വേരിയബിൾ, ബാക്കിയുള്ള എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഐ നോട്ട് വേരിയബിൾ, ബാക്കിയുള്ള എല്ലാം കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതെന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതങ്ങനെ തന്നെ എഴുതാം. 1/(1 മൈനസ് ബി പ്ലസ് ഇസഡ്, അതുപോലെ തന്നെ എഴുതാം, എല്ലാം കോൺസ്റ്റൻറ്റുകളാണ്. ഇനി ബ്രാക്കറ്റിൽ എന്തൊക്കെ വരും? ഇത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, കോൺസ്റ്റൻറ്റ് മാത്രമാണ്. അപ്പോൾ ഡെറിവേറ്റീവ് എന്താ? 0. ഇത് വേരിയബിളാണ്, എക്സ് പോലെ ഒരു വേരിയബിളാണ്, എക്സിന് പകരം ഐ നോട്ട്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താണ്? 1. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഐ നോട്ട് എന്താ? 1. ഇതിൻ്റെ ഡെറിവേറ്റീവ് 1. ഇനി ഇത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0. ഇതും കോൺസ്റ്റൻ്റ്, ഡെറിവേറ്റീവ് 0. ഇതും കോൺസ്റ്റൻ്റ്, ഡെറിവേറ്റീവ് 0. അപ്പോൾ എന്താ വരിക? ആകെ 1/(1 മൈനസ് ബി പ്ലസ് ഇസഡ് ഇൻറ്റു 1 അല്ലേ? ഇൻറ്റു 1 എന്ന് വെച്ചാൽ 1 തന്നെ. അപ്പോൾ 1/(1 മൈനസ് ബി പ്ലസ് ഇസഡ്. ഇതാണ് പാർട്ട് എയുടെ ആൻസർ. 1/(1 മൈനസ് ബി പ്ലസ് ഇസഡ്. ഇനി എന്താ? ബി. ഇത് എയുടെ ആൻസർ. ബി എന്ന് വെച്ചാൽ ഓട്ടോണോമസ് ഇമ്പോർട്ട് ഇസഡ് നോട്ട് മൾട്ടിപ്ലയർ എന്ന് വെച്ചാൽ ഐ നോട്ട് വെച്ച് ചെയ്ത പോലെ ഇസഡ് നോട്ട് വെച്ച് ചെയ്യാൻ. ഡെൽ വൈ ഇ ബൈ ഡെൽ ഇസഡ് നോട്ട്. അവിടെ ഇസഡ് നോട്ടാണ് വേരിയബിൾ, ബാക്കിയുള്ള എല്ലാം കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്ത് വരും? ഇത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ എഴുതാം. 1/(1 മൈനസ് ബി പ്ലസ് ഇസഡ്. ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0. ഇപ്പോൾ ഐ നോട്ടും കോൺസ്റ്റൻ്റ് ആണ്, ഇസഡ് നോട്ട് ആ വേരിയബിൾ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവും 0. ഡെറിവേറ്റീവ് ഓഫ് ജി നോട്ട് 0. ഡെറിവേറ്റീവ് ഓഫ് എക്സ് നോട്ട് 0. മൈനസ് ഇവിടെ ഇസഡ് നോട്ട് വേരിയബിളാണ്, അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് നോട്ട് എന്താ? 1. അപ്പോൾ എന്ത് വരും? 1/(1 മൈനസ് ബി പ്ലസ് ഇസഡ് ഇൻറ്റു 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് -1 അല്ലേ? ലാസ്റ്റ് ഒരു -1 വരും. ഇപ്പോൾ എന്താ? 1 × -1 -1. അപ്പോൾ -1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ബി പ്ലസ് ഇസഡ് എന്ന ആൻസർ കിട്ടും. പാർട്ട് ബി കഴിഞ്ഞു. ഇനി പാർട്ട് സി. നമ്മളുടെ ഫംഗ്ഷൻ ഒന്ന് എഴുതാതെ ആദ്യം. y ഈക്വൽ ടു 1/(1 മൈനസ് ബി പ്ലസ് ഇസഡ് ഇൻറ്റു സി നോട്ട് പ്ലസ് ഐ നോട്ട് പ്ലസ് ജി നോട്ട് പ്ലസ് എക്സ് നോട്ട് മൈനസ് ഇസഡ് നോട്ട്. നമ്മളുടെ പാർട്ട് സി എന്താ? പാർട്ട് സി ഇല്ല അല്ലേ? ബി എസിന് 2 ആയിട്ടുള്ള ഇസഡ് നോട്ട് മൾട്ടിപ്ലയർ ആൻഡ് ദ മൾട്ടിപ്ലയർ ഫോർ ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ബി എന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു ബി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഡെൽ വൈ ഇ ബൈ ഡെൽ ബി കണ്ടുപിടിക്കാൻ. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് ഓഫ് വൈ ഇ വിത്ത് റെസ്പെക്ട് ടു ബി. ഇവിടെ നോക്കിയേ, ഇവിടെ ബി ആണ് വേരിയബിൾ. ബി എവിടെയൊക്കെ ഉള്ളത്? ആകെ ഇവിടെ മാത്രമേ ബി ഉള്ളൂ അല്ലേ? അപ്പോൾ ഇത് മൊത്തം എന്താ? കോൺസ്റ്റൻ്റ് ആണ്. അതങ്ങനെ തന്നെ എഴുതാം. സി നോട്ട് പ്ലസ് ഐ നോട്ട് പ്ലസ് ജി നോട്ട് പ്ലസ് എക്സ് നോട്ട് മൈനസ് സെഡ് നോട്ട് ഇൻറ്റു ഇവിടെ ബി ഉണ്ട് അല്ലേ? ഈ പാർട്ടിൽ ബി ഉണ്ട്. അപ്പോൾ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ബി. ഡെൽ ബൈ ഡെൽ ബി ഓഫ് 1/(1 മൈനസ് ബി പ്ലസ് ഇസഡ്. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഈക്വൽ ടു സി നോട്ട് പ്ലസ് ഐ നോട്ട് പ്ലസ് ജി നോട്ട് പ്ലസ് എക്സ് നോട്ട് മൈനസ് ഇസഡ് നോട്ട്. ഇനി ഇതെന്ത് ഫോമില? ഇവിടെ എക്സ് പോലെയാണ് ബി വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി 1/x എന്നുള്ള ഫോമിലാണ്. ഡെറിവേറ്റീവ് എന്താ? അതിൻ്റെ -1/x² ഡെറിവേറ്റീവ്. ഇവിടെ എക്സിന് പകരം എന്താ ഉള്ളത്? ഈ താഴെയുള്ള എല്ലാ ടേമും
എക്സിന് പകരമുള്ളതാണ്. അപ്പോൾ ഡെറിവേറ്റീവ് എന്ത് വരും? -1/x², അതായത് -1/1 - b + z ഹോൾ സ്ക്വയർ. അതാണ് ഡെറിവേറ്റീവ് വരിക. അപ്പോൾ -1/1 - b + z ഹോൾ സ്ക്വയർ. തീർന്നിട്ടില്ല കേട്ടോ വെച്ച്. കാരണം എന്താ? എക്സ് ആണെങ്കിലാണ് ഡെറിവേറ്റീവ് -1/x² ആകുന്നത്. എക്സിന് പകരം വേറെ കുറച്ച് സംഭവങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ എക്സിന് പകരം വന്ന ഇതിനെ ഒന്നുകൂടി വിത്ത് റെസ്പെക്ട് ടു ഈ വേരിയബിൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതായത് ഈ ഡിനോമിനേറ്ററിനെ മുഴുവൻ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു ബി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം ഒന്നുകൂടി. കാരണം ചെയിൻ റൂൾ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ 1/x ഫോമിലായിരുന്നു ഇത്. ഡെറിവേറ്റീവ് -1/x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സിന് പകരം വന്നതാണോ അത്. ഓക്കെ, അതായത് ഡോ ബി ഓഫ് 1 - b + z ഇതും കൂടി വരും. അതായത് c0 + i0 + g0 + x0 - z0 ഇൻറ്റു -1/1 - b + z ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് 1 0, ഡെറിവേറ്റീവ് ഓഫ് b 1, ഡെറിവേറ്റീവ് ഓഫ് z 0. അപ്പോൾ എന്താ വരിക? ഇവിടെ -1 വരും. ഈ -1 ഇൻറ്റു ഈ -1 +1 ആവും, പോസിറ്റീവ് 1 ആവും. അപ്പോൾ നെഗറ്റീവ് സൈൻ പോയി. അപ്പോൾ ബാക്കി എന്താ വരിക? നമുക്ക് ആദ്യം ഇത് എഴുതാം. 1/1 - b + z ഹോൾ സ്ക്വയർ ആണല്ലോ. ഹോൾ സ്ക്വയർ നമുക്ക് എന്ത് എഴുതാം? 2 ആക്കി എഴുതാം. ഇത് ഇൻറ്റു ഇതെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 1/1 - b + z 2 ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. 1/1 - b + z ഇൻറ്റു 1/1 - b + z ഇൻറ്റു ഈ ടേംസ് c0 + i0 + g0 + x0 - z0. ഇനി ഇത്രയും ടേംസ് എന്താ? ഇത്രയും ടേംസ് എന്ന് വെച്ചാൽ ഇതാണ് അല്ലേ? 1/b - z ഇൻറ്റു c0 + ഇത്. ഈ ടേം എന്താ? y ആണ്. അപ്പോൾ ഇത്രയും ടേംസിന് ഒരു എന്ത് എഴുതാം? y എഴുതാം. ഈക്വൽ ടു 1/1 - b + z ഇൻറ്റു y. ഈ ടേംസിനെല്ലാം പകരം y എഴുതി. അതായത് y ഡിവൈഡഡ് ബൈ 1 - b + z. ഇത്രയും എഴുതുക. പാർട്ട് സി SA ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ് y1 = 2x² - 8 and y2 = -2x + 4 ഫ്രം x = -3 to x = 2. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ബിറ്റ്വീൻ 2 കർവ്സ് നമ്മൾക്ക് ആദ്യം എന്ത് വേണം? അപ്പർ കർവും ലോവർ കർവും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ രണ്ട് ഫങ്ഷൻസിൻ്റെ അല്ലെ കർവുകളുടെ ഗ്രാഫ് വരച്ചാൽ മാത്രമേ അപ്പർ കർവും ലോവർ കർവും കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് പോയിൻറ്റുകൾ പ്ലോട്ട് ചെയ്തിട്ട് ഈ രണ്ട് ഗ്രാഫും വരക്കണം. ഫസ്റ്റ് തന്നെ y1 = 2x² - 8 കൺസിഡർ ചെയ്യുക. അത് എക്സിന് കുറച്ച് വാല്യൂസ് കൊടുക്കുക. അപ്പോൾ y1 എന്ത് കിട്ടും നോക്കാം. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ -3 തൊട്ട് 2 വരെയുള്ള ഏരിയ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ -3 ആദ്യം കൊടുക്കാം. എക്സിന് -3 കൊടുക്കുമ്പോൾ y എന്ത് കിട്ടും? ഇവിടെ എക്സിന് -3 കൊടുക്കുമ്പോൾ -3² എന്ന് വെച്ചാൽ 9 × 2 18 18 - 8 10. അപ്പോൾ ഒരു പോയിൻറ്റ് -3 10 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? -3 കഴിഞ്ഞിട്ട് അടുത്ത വാല്യൂ -2 കൊടുക്കുക. ഇവിടെ -2 വരുമ്പോൾ -2² 4 4 × 2 8 8 - 8 0. ഇനി -1 കൊടുക്കാം. അപ്പോൾ -1² 1 1 × 2 2 2 - 8 -6. ഇനി 0 കൊടുക്കുക.
എക്സ് 0 വരുമ്പോൾ ഈ 0 ആയി പോവും. 2 × 0 0, 0 -8 -8. ഇനി 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ 1, 2 × 1 2, 2 - 8 -6. ലാസ്റ്റ് 2 കൊടുക്കുക. 2 വരെ കൊടുത്താൽ മതി. 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ 4, 4 × 2 8, 8 - 8 0. ഇങ്ങനെ കുറച്ച് പോയിന്റുകൾ കിട്ടും. ഇനി സെയിം തന്നെ അടുത്ത കർവുകൾ ചെയ്യാം. y2 = -2x + 4. എക്സും വാല്യൂസ് കൊടുക്കുമ്പോൾ y2 ഏതൊക്കെ വാല്യൂസ് കിട്ടും നോക്കുക. ആദ്യം -3 കൊടുക്കുക. അപ്പോൾ എക്സ് -3 വരുമ്പോൾ എന്ത് വരും? -2 × -3, മൈനസും മൈനസും പ്ലസ് ആവും. 2 × 3 6 വരും. 6 + 4 10. -2 കൊടുക്കുക ഇവിടെ. അപ്പോൾ -2 × -2 4, 4 + 4 8, -1 -2 × -1 എന്നാവും. അപ്പോൾ 2, 2 + 4 6. ഇനി 0 കൊടുക്കുക. ഇവിടെ 0 വരുമ്പോൾ -2 × 0 0 ആയി പോവും. 0 + 4 4. 1 കൊടുക്കുക. അപ്പം -2 × 1 -2, -2 + 4 2. ഇനി ലാസ്റ്റ് 2 കൊടുക്കുക. -2 × 2 -4, -4 + 4 0. ഇപ്പം ഈ കർവുകൾ പാസ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് കിട്ടി. ഈ പോയിന്റ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഗ്രാഫ് വരക്കണം. x ആക്സിസ്, y ആക്സിസ്, ഫസ്റ്റ് പോയിന്റ് എന്താണ്? -3 0. -3 0 ഫസ്റ്റ് പോയിന്റ്. അതെവിടെ ആയിട്ടായിരിക്കും? -3 10. ഓക്കെ, ഇവിടെ -3 എന്ന് വിചാരിക്കുക. ഇവിടെ -2, ഇവിടെ -1 0 1 2 3 ഇങ്ങനെ വിളിക്കാം. y ആക്സിസിൽ 10 വരെയൊക്കെ പോകുന്നുണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? അങ്ങനെ 2 4 6 8 10 അങ്ങനെ കൊടുക്കാം. ഇവിടെ -2 -4 -6 -8 -10. ഇനി ഫസ്റ്റ് പോയിന്റ് -3 10. അതെവിടെ വരും? -3 ഇവിടെ, അതിന് നേരെ 10 ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ആയിട്ടൊരു പോയിന്റ് വരക്കുക. ഇനി -2 0, -2ൽ y വാല്യൂ 0 വരണം. ഇവിടെ -1ൽ -6, -1ൽ -6ൻ്റെ നേരെ 0ൽ -8, അപ്പോൾ 0ൽ -8ൽ 1ൽ -6ൻ്റെ നേരെ 1ൽ -6ൻ്റെ നേരെ വരക്കുക. 2ൽ 0, 2ൽ 0. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഒരു കർവ് വരക്കണം. ഈ ഷേപ്പായിരിക്കും ഏകദേശം പരാബോള പോലുള്ള ഷേപ്പായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ y1. ഓക്കെ, ഇനി y2 എങ്ങനെയാണ്? -3ൽ 10, -3ൽ 10 ഈ പോയിന്റ് തന്നെ. -2ൽ 8, -2ൽ 8 -1ൽ 6, 0ൽ 4, 1ൽ 2, 2ൽ 0. അതായത് ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇങ്ങനത്തെ ഒരു ലൈനാണ് y2. അപ്പോൾ ഈ രണ്ടും കൂടി ബൗണ്ട് ചെയ്യുന്ന ഈ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ റീജിയൻ, ഈ രണ്ട് ഫങ്ഷൻസിൻ്റെ ഗ്രാഫും കൂടി ബൗണ്ട് ചെയ്യുന്ന ഈ ഒരു റീജിയൻ്റെ
ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അപ്പർ കർവ് കിട്ടിയല്ലോ നമുക്ക്. അപ്പർ കർവ് ഏതാണ്? അപ്പർ കർവ് y2 ആണ്, ലോവർ കർവ് y1. താഴെയുള്ള കർവ് y1 ആണ്, അപ്പോൾ ലോവർ കർവ് y1, മുകളിലുള്ള കർവ് y2, അപ്പോൾ അപ്പർ കർവ് y2. ഇനി ആ ഫോർമുല എഴുതുക. ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ, ഇത് എവിടെ തൊട്ട് എവിടം വരെയാണ് ഇൻറ്റഗ്രൽ വരിക? -3 തൊട്ട് 2 വരെ അല്ലേ? -3 തൊട്ട് 2 വരെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ -3 to 2. ഇനി എന്താണ്? അപ്പർ കർവ് മൈനസ് ലോവർ കർവ്. അപ്പർ കർവ് ഏതാ? y2, ലോവർ കർവ് y1. അപ്പോൾ y2 മൈനസ് y1 dx ഈക്വൽ ടു ഇൻറ്റഗ്രൽ -3 to 2 y2 എന്ന ഇക്വേഷൻ എന്താ? y2 ഈക്വൽ ടു -2x + 4. y2 ന് പകരം -2x + 4 എന്ന് എഴുതാം. മൈനസ് y1ൻ്റെ ഇക്വേഷൻ 2x² - 8. അപ്പോൾ y1 ന് പകരം 2x² - 8 എന്ന് എഴുതാം. dx ഈക്വൽ ടു ഇൻറ്റഗ്രൽ -3 to 2 -2x + 4. ഈ നെഗറ്റീവ് കൊണ്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെ നെഗറ്റീവും കൂടി പോസിറ്റീവ് ആവും. അപ്പോൾ -2x² + 8 dx ഈക്വൽ ടു ഇൻറ്റഗ്രൽ -3 to 2 x² ടേം ആദ്യം എഴുതാം, -2x². പിന്നെ എക്സിൻ്റെ ടേം -2x. പിന്നെ ഈ 4 + 8 12 എന്ന് എഴുതാം. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം -2 എന്നൊരു കോൺസ്റ്റൻ്റ് ഉണ്ട്, അത് എഴുതുക. ഇൻറ്റഗ്രൽ ഓഫ് x². x²ൻ്റെ ഇൻറ്റഗ്രൽ എന്താ? 1/3 x³. പിന്നെ -2 എക്സിൻ്റെ ഇൻറ്റഗ്രൽ 1/2 x² പ്ലസ് കോൺസ്റ്റൻറ്റ് 12, അതിൻ്റെ ഇൻറ്റഗ്രൽ 12x എന്ന് വരും. ലിമിറ്റുകൾ -3 തൊട്ട് 2 വരെ. ഈക്വൽ ടു ഇതിനെ നമുക്ക് -2/3 എന്ന് എഴുതാം. -2/3 x³ മൈനസ് ഈ രണ്ട് 2 കട്ടായി പോവും, ബാക്കി x² പ്ലസ് 12x ഫ്രം -3 to 2. ഇനി എന്ത് ചെയ്യുക? എക്സിന് ആദ്യം 2 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ എന്താ വരിക? -2/3 × 2³ 2³ എത്രയാണ്? 2 × 2 × 2 8 മൈനസ് 2² 4 പ്ലസ് 12 × 2 24 മൈനസ് ഇടുക. എന്നിട്ട് എക്സിന് -3 കൊടുക്കുക. അപ്പോൾ എന്താ വരിക? -2/3 -2/3 ഇൻറ്റു -3³ 3 × 3 × 3 അതിൻ്റെ നെഗറ്റീവ് -27 ഇൻറ്റു -27 എന്ന് വരും. -3² 9 പ്ലസ് 12 ഇൻറ്റു -3, അപ്പോൾ നെഗറ്റീവ് വരും, -36 ഈക്വൽ ടു -2 × 8 16/3 -4 പ്ലസ് 24. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, 27/3 9. ഓക്കെ, 9 × 2 18 -9 -36 ഈക്വൽ ടു -16/3 -4 പ്ലസ് 24. നെഗറ്റീവ് ഉള്ളിലേക്ക് എടുക്കുക, അപ്പോൾ -18 + 9 + 36 എന്നാവും.
എത്ര വരും? -16/3 എന്തൊക്കെയാണുള്ളത്? 36 പ്ലസ് 9 പ്ലസ് അല്ല -18 പ്ലസ് 24 -4 47 പ്ലസ് 47, അതായത് 47 -16/3 എത്രയാണ്? 47 × 3 141 -16/3 equal to 125/3 approximately equal to കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 41.66 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഏകദേശ ഏരിയ. ഓക്കെ, ഹെൻസ് the required area is approximately equal to 41.66 square units. Next question. Maximize output for a firm operating at constant returns to scale for which the strict Cobb-Douglas production function is Q equal to 1.5 K raised to 0.6 L raised to 0.4 when Pk equal to 6, PL equal to 2 and the production budget is 960. അതായത് Cobb-Douglas ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്ക് വേണ്ട ആവശ്യമുള്ള വാല്യൂസ് എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, PK 6 ആണ്, PL 2 ആണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് 960 ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്താം? ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ഫോം ചെയ്യാം. ഓക്കെ, the Lagrangian function is given by function for optimizing the output is given by എന്താ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ? ക്യാപിറ്റൽ Q അല്ലേ? ക്യാപിറ്റൽ Q ഈക്വൽ ടു ഈ സ്മോൾ ക്യൂ എഴുതുക, അതായത് 1.5 K raised to 0.6 L raised to 0.4. 1.5 K raised to 0.6 L raised to 0.4 എന്നിട്ട് പ്ലസ് ലാംഡ. ഓക്കെ, പ്ലസ് ലാംഡ കൂടി ഇടാം. ലാംഡ കഴിഞ്ഞ ബ്രാക്കറ്റിൽ ഈ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് 960 മൈനസ് കെയുടെ വാല്യൂ. ഓക്കെ, PK എത്രയാണ്? 6, അതായത് 6K എന്ന് എഴുതുക. അപ്പോൾ 6K മൈനസ് PL 2, അതായത് 2L. ഓക്കെ, സ്മോൾ ക്യൂ എഴുതുക, പ്ലസ് ലാംഡ ഇടുക ബ്രാക്കറ്റിൽ. പ്രൊഡക്ഷൻ ബഡ്ജറ്റ് മൈനസ് PK ആണെങ്കിൽ PKയുടെ വാല്യൂ ഇൻറ്റു K, അതായത് -6K മൈനസ് 2 ഇൻറ്റു PL വാല്യൂ, അപ്പോൾ -2L എന്ന് വരും. അപ്പോൾ ഇതാണ് ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ. ഇനി എന്ത് ചെയ്യണം? ഇതിൽ 2 വേരിയബിൾസാണ് ഉള്ളത്, 3 വേരിയബിൾസാണ് ഉള്ളത്, K, L, ലാംഡ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു K, L ആൻഡ് ലാംഡ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം പാർഷ്യലി. ഫസ്റ്റ് തന്നെ Q, K ഈ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു K ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണ്, 1.5 ഇൻറ്റു K വേരിയബിളാണ് അല്ലേ? അപ്പോൾ ഇത് എക്സ് റൈസ് ടു എന്നിൻ്റെ ഫോമുല, ഡെറിവേറ്റീവ് എന്താ ഇതിൻ്റെ? n ഇൻറ്റു എക്സ് റൈസ് ടു n-1. അപ്പോൾ ഇവിടെ എന്ത് വരും? എന്നിൻ്റെ ഒരു 0.6 ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് 0.6 ഇൻറ്റു K റൈസ് ടു 0.6 - 1. ഇത് കോൺസ്റ്റൻ്റ് ആണ്, L റൈസ് ടു 0.4 അങ്ങനെ എഴുതാം. പ്ലസ് ലാംഡ ഇൻറ്റു എന്ത് വരും?
ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0. മൈനസ് 6kയുടെ ഡെറിവേറ്റീവ് എന്താ വിത്ത് റെസ്പെക്ട് ടു k? -6. ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? 1.5 ഉണ്ട്, 0.6 ഉണ്ട്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1.5 ഇൻറ്റു 0.6, അപ്പോൾ 0.9 വരും. k റൈസ് ടു 0.6 മൈനസ് 1, അതും കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. 0.6 മൈനസ് 1 മൈനസ് 0.4 എന്ന് കിട്ടും. മൈനസ് 0.4 l റൈസ് ടു 0.4. ഇവിടെ എന്താ വരിക? 0 മൈനസ് 6 മൈനസ് 6 മൈനസ് 6 മൈനസ് 0 മൈനസ് 6, അപ്പോൾ മൈനസ് 6 ലാംഡ എന്ന് വരും. ഇത് ഈക്വൽ ടു 0 എന്ന് എടുക്കുക. ഇതുപോലെ തന്നെ QL എന്തായിരിക്കും? 1.5 k റൈസ് ടു 0.6 ഡിഫറൻഷ്യേറ്റ് ചെയ്യാം L ആയതുകൊണ്ട്. അപ്പോൾ 0.4 l റൈസ് ടു 0.4 മൈനസ് 1 പ്ലസ് ലാംഡ ഇൻറ്റു 0 മൈനസ് 0, ഇവിടെ -2 വരും. L ആണ് വേരിയബിൾ, ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0. ഇവിടെ ഡെറിവേറ്റീവ് -2 വരും. ഈക്വൽ ടു ഇവിടെ 1.5 ഇൻറ്റു 0.4 ചെയ്യാം. 1.5 ഇൻറ്റു 0.4, 0.6, 0.6 k റൈസ് ടു 0.6 l റൈസ് ടു 0.4 മൈനസ് 1 മൈനസ് 0.6 പ്ലസ് ലാംഡ ഇൻറ്റു -2, അതായത് -2 ലാംഡ ഈക്വൽ ടു 0. ഇനി ലാസ്റ്റായിട്ട് Q ലാംഡയും കൂടി കണ്ടുപിടിക്കുക. Q ലാംഡ, ഇതിലൊന്നിലും ലാംഡ ഇല്ല, അപ്പോൾ ഡെറിവേറ്റീവ് 0. ഇവിടെ ലാംഡ ഉണ്ട്, ഡെറിവേറ്റീവ് ഓഫ് ലാംഡ 1 അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ലാംഡ വിത്ത് റെസ്പെക്ട് ടു ലാംഡ 1. അപ്പോൾ 1 ഇൻറ്റു ഇത് 1 ഇൻറ്റു 960, അതെല്ലാം കോൺസ്റ്റൻസ്. 960 മൈനസ് 6k മൈനസ് 2l, അതായത് 960 മൈനസ് 6k മൈനസ് 2l ഈക്വൽ ടു 0 എന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടി. ഒരെണ്ണം ഇത് 0.9 k റൈസ് ടു മൈനസ് 0.4 l റൈസ് ടു 0.4 മൈനസ് 6 ലാംഡ ഈക്വൽ ടു 0 എന്നാണ്. അതായത് ഈ -6 ലാംഡ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക, അപ്പോൾ മൈനസ് മാറി പ്ലസ് ആകും. അപ്പോൾ ഈക്വൽ ടു 6 ലാംഡ എന്ന് വരും. ഇത് ഇക്വേഷൻ 1. രണ്ടാമത്തെ ഇക്വേഷൻ ഇത് 0.6 k റൈസ് ടു 0.6 l റൈസ് ടു മൈനസ് 0.6, ഇവിടെ -2 ലാംഡ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം, അപ്പോൾ ഈക്വൽ ടു 2 ലാംഡ എന്ന് വരും. അത് ഇക്വേഷൻ 2. ഈ ലാസ്റ്റ് ഈ ഇക്വേഷൻ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 960 ലെഫ്റ്റ് സൈഡിൽ നിർത്താം, ബാക്കി 6kയും 2lഉം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അതായത് 2k പ്ലസ് 6k പ്ലസ് 2l ആണ് ഈക്വൽ ടു 960. ഇനി ഈ 3 ഇക്വേഷൻ കൂടി സോൾവ് ചെയ്ത് kയും lഉം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ 1ൽ ലെഫ്റ്റ് സൈഡ് എന്താ ഉള്ളത്? ഇത് അതെഴുതാം. 0.9 k റൈസ് ടു മൈനസ് 0.4 l റൈസ് ടു 0.4 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2. ഇക്വേഷൻ 2ലെ ലെഫ്റ്റ് സൈഡ് എന്താ? ഇത് 0.6 k റൈസ് ടു 0.6 l റൈസ് ടു മൈനസ് 0.6 ഈക്വൽ ടു ഇക്വേഷൻ 1ൻ്റെ റൈറ്റ് സൈഡ് 6 ലാംഡ
ഡിവൈഡ് ബൈ ഇക്വേഷൻ 2ൻ്റെ റൈറ്റ് സൈഡ് 2 ലാംഡ. അപ്പോൾ ഈ ലാംഡ രണ്ടും കട്ടായി പോവും. ഓക്കെ, ബാക്കി എന്തൊക്കെയുണ്ട്? 0.9 ബൈ 0.6 അത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. 0.9 ബൈ 0.6 അത് 1.51. ഇനി കെ ആണ്, ഇത് രണ്ടും കെ ആണ്. ഇവിടെ കെയുടെ മുകളിലുള്ള എന്താ? മൈനസ് -0.4. ഇവിടെ താഴെ ഒരു 0.6 ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചാക്കുമ്പോൾ ഈ 0.6 താഴെ ആയതുകൊണ്ട് എന്ത് ചെയ്യും? -0.6 എന്നാവും. അപ്പോൾ 0.4 - 0.6. ഇനി എൽ, 2 എൽ ഉണ്ട് മുകളിലും താഴെയായിട്ട്. ഇവിടെ 0.4 താഴെയാ -0.6. അപ്പോൾ മൈനസ് ഇവിടെ ഓൾറെഡി ഉണ്ട്, അത് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആവും. ഇവിടെ പ്ലസ് ആയിരുന്നു, അത് മുകളിലേക്ക് വരുമ്പോൾ മൈനസ് ആവും. ഓക്കെ, ഈക്വൽ ടു ഇവിടെ 6/2 3. അതായത് 1.5 k റേസ് ടു 0.4 - 0.6 -1 ആണ്. അതുപോലെ L റേസ് ടു 0.4 + 0.6 1 ഈക്വൽ ടു 3. അതായത് 1.5 ഇൻറ്റു k റേസ് ടു -1 എന്ന് വെച്ചാൽ 1/k ആണ്, ഇൻറ്റു L ഈക്വൽ ടു 3. അതായത് L/k ഈക്വൽ ടു ഈ 1.5 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ബൈ 1.5 എന്നാവും. അതായത് L/k ഈക്വൽ ടു 3/1.5 കൊണ്ട് പിടിക്കുക, 2 എന്ന് കിട്ടും. ഓക്കെ, അതായത് L ഈക്വൽ ടു 2k ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി അതായത് എല്ലിൻ്റെ വാല്യൂ 2k ആണെന്ന് അർത്ഥം. അപ്പോൾ എല്ലിന് പകരം എന്ത് ചെയ്യാം? ഇവിടെ ഈ ഇക്വേഷനിൽ എല്ലിന് പകരം 2k കൊടുത്തിട്ട് സോൾവ് ചെയ്യാം. ഇക്വേഷൻ 3 എഴുതാം. ഇക്വേഷൻ 3 എന്താണ്? 9 6k + 2l ഈക്വൽ ടു 960. അതായത് 6k + 2 ഇൻറ്റു എല്ലിൻ്റെ വാല്യൂ എന്താ? എല്ലിൻ്റെ വാല്യൂ 2k. അപ്പോൾ 2 ഇൻറ്റു 2k ഈക്വൽ ടു 960. അതായത് 6k + 2 ഇൻറ്റു 2 4, 4k ഈക്വൽ ടു 960. 6k + 4k 10k, 10k ഈക്വൽ ടു 960. അതായത് k ഈക്വൽ ടു 960/10. അതായത് k ഈക്വൽ ടു 96. അപ്പോൾ കെയുടെ വാല്യൂ കിട്ടി 96. ഇനി എല്ലിൻ്റെ വാല്യൂ എഴുതാമല്ലോ. എൽ എന്താ? 2k. k എന്താണ്? 96. അപ്പോൾ 2 × 96 192. ഓക്കെ, അപ്പോൾ മാക്സിമൈസ് ചെയ്യുന്ന വാല്യൂസ് കിട്ടി. പ്രൊഡക്ഷൻ എവിടെയാണ് മാക്സിമം കിട്ടുള്ളത്? therefore the production is maximized when L not equal to 192 and k not equal to 96.